ഇവിടെ കാണാൻ നമുക്ക് സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുകൾ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. അതിൻ്റെ ശേഷം അവിടുന്ന് ബാക്കിയുള്ള ഭാഗത്തുനിന്ന് മണ്ണ് മാറ്റിയതിന് ശേഷം വീണ്ടും താഴോട്ട് ഇങ്ങനെ തുടക്കങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ഒരു ബോർഡൊക്കെ കൊടുത്തത് കാണാം. കുറ്റിപ്പുറം, വളാഞ്ചേരി ടൗണ്, പെരിന്തൽമണ്ണ എന്ന ബോർഡുകൾ. ക്രാഷ് ബാരിയർ ആയിരിക്കും ഇനി അവിടെ വെക്കുക. അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊടുന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ വേഗത്തിൽ ചെയ്യാവുന്ന വർക്കുകളാണ്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വട്ടപ്പാറ ഭാഗത്താണ്. വട്ടപ്പാറ ഭാഗത്ത് NH66 ഭാഗമായിട്ട് വരുന്ന വർക്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നോക്കാം. അത് സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ കഞ്ഞിപ്പുര കരിപ്പോൾ ഭാഗത്തുനിന്ന് വരുന്ന റോഡ്. ഈ ഭാഗത്തേക്ക് വരെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വട്ടപ്പാറ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ ഭാഗത്തേക്ക് ഇനി ബാക്കിയുണ്ടായിരുന്ന വർക്കുകൾ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുകളാണ്. നമ്മൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു 10 ദിവസം മുന്നെയാണ് ഇവിടെ വന്ന് വീഡിയോ ചെയ്തത്. അതിൻ്റെ ശേഷം വരുന്ന ഒരു പുതിയ മാറ്റങ്ങളാണ് നമ്മളിന്ന് നോക്കിക്കാണുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെയുള്ള വിശദമായ കാഴ്ചകൾ കണ്ടതിന് ശേഷം അവിടെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടുത്തെ വയഡക്റ്റ് അവസാനിക്കുന്ന ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഒനിയൻ പാലം ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ടും വീഡിയോ കാണാൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ച വന്ന സമയത്തൊക്കെ കണ്ടതാണ്. ഇവിടെയൊക്കെ പാറകൾ ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു JCB ഉപയോഗിച്ച്. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ സൈഡിൽ നമുക്ക് കാണാം സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കഞ്ഞിപ്പുര കരിപ്പോൾ ഭാഗത്തുനിന്ന് വരുന്ന ഭാഗത്താണ് ഇപ്പോൾ ഇത്രയും ഭാഗത്തേക്ക് ഒരു സൈഡിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം. ഒരു പക്ഷേ ഈ റോട്ടിലൂടെ ഇനി വാഹനങ്ങൾ കടന്നു പോകാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ റോഡ് ലെവൽ ചെയ്തിട്ടുണ്ട്. ആ എൻഡ് വരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈഡിലാണ് കുറച്ച് മണ്ണുള്ളത്. നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തു നിന്നുള്ള വർക്ക് കൂടി കംപ്ലീറ്റ് ആയാൽ ഇതിലൂടെ വാഹനങ്ങൾ കടന്നു പോകാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ താഴോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഈ സൈഡിൽ ടാറിങ്ങിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു സൈഡാണ് ഇനി വർക്കുകൾ ബാക്കിയുള്ളത്. വളരെ വേഗത്തിലാണ് ഇവിടെയൊക്കെ വർക്കുകൾ നടക്കുന്നത്. ഇനി ഇവിടെ നടക്കാനുള്ളത് ക്രഷ് ബാരിയറിൻ്റെ വർക്കുകളാണ്. മുകളിൽ സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ ക്രഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ നേരത്തെ തന്നെ സർവീസ് റോഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൂടെയൊക്കെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കിൻ്റെ ഭാഗത്തൊക്കെ ഉള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ ഇനി ചിലപ്പം വാഹനങ്ങൾ ഓടാൻ തുടങ്ങും. വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് ഇതിലൂടെ വാഹനങ്ങൾ പോകാൻ തുടങ്ങും തോന്നുന്നുണ്ട്. അവിടെയൊക്കെ റോഡ് ലെവൽ ചെയ്ത് വെച്ചിട്ട് മുന്നിൽ കാണുന്നുണ്ട്. ഇവിടുത്തെ ഇതിലൂടെ വാഹനങ്ങൾ പോയാൽ മാത്രമാണ് നമുക്ക് ഇനി ആ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ ബാക്കി വരുന്ന വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ നടക്കുന്നത് ഇനി. അപ്പോൾ നമുക്കിനി ആ ഭാഗത്ത് പാറയൊക്കെ എടുക്കുന്ന ഭാഗത്ത് ഏറ്റവും വലിയ കുന്നൊക്കെ ഉള്ള ആ ഭാഗത്തേക്കാണ് ഇനി പോകുന്നത്. ബാക്കിയുള്ള വർക്കുകൾ എന്തൊക്കെയാണ് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. ഇതാണിപ്പോൾ നമ്മുടെ വട്ടപ്പാറ ഭാഗത്തുള്ള പുതിയ കാഴ്ച. അപ്പോൾ നമ്മുടെ ചാനലിൽ വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു സപ്പോർട്ടായിട്ട് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ യാത്രകൾ സാധ്യമാവൂ. അതിനാണ് പറയേണ്ടത്. നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടം വരെയാണ് ടാറിങ് കഴിഞ്ഞ ഭാഗം. ഇങ്ങോട്ട് ഇവിടെ നിന്നൊക്കെ മെറ്റൽ മിക്സൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഇനി റോഡിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ട് ബാക്കിയുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെയാണ് കുറച്ച് ഭാഗത്ത് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കുകളൊക്കെ പകുതി ആയിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഒരു ഡ്രൈനേജൊക്കെ വരുന്നുണ്ട്. അന്ന് നമ്മൾ കാണിച്ചത്. അതിൻ്റെ ശേഷം ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ മണ്ണിട്ടിട്ട് അതിൻ്റെ ശേഷം മെറ്റൽ ഒക്കെ കൊണ്ടുവന്ന് ലെവൽ ചെയ്ത് ഒരു റോഡാക്കിയിട്ടുണ്ട്. കാണാൻ നമുക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ റോട്ടിലൂടെ ഇനി വാഹനങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ വരുന്ന ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ബ്ലോക്ക് ആക്കിയതിൻ്റെ ശേഷമായിരിക്കും ഈ റോട്ടിലൂടെ വാഹനങ്ങൾ കടത്തിവിടുക. എന്നാൽ മാത്രമാണ് നമുക്ക് ഇവിടെയുള്ള സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഇനി വരുന്ന
കുറേ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ലെവൽ ചെയ്യാനുള്ള വർക്കുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് താൽക്കാലികമായിട്ടുള്ള റോഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് ഇനി കൂടുതൽ വർക്കുകൾ നടക്കാനുള്ളത്. ഇവിടെ കാണാം നമുക്ക് വലിയൊരു പാറ ഒക്കെ ഉള്ള ഭാഗം ഇന്ന് ഇവിടെ പൊട്ടിച്ച് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടെയുള്ള ഒരു ഡ്രെയിനേജ്. ഇനി ഇവിടെ ഇങ്ങനെ ഒരു ക്രോസ് ആയിട്ടുള്ള ഈ വാള് വരാനുണ്ട്. അതാണ് അതിൻ്റെ തുടക്കമാണ് അവിടെ കാണുന്നത്, നമുക്കറിയാം. അപ്പോൾ ആ മുകൾ ഭാഗത്തൊക്കെ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങനെ സ്റ്റെപ്പായിട്ട് താഴോട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെയുള്ള വർക്കുകളാണ് അവിടെ നടക്കുന്നത്. നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം. ബാക്കിയുള്ള കാഴ്ചകൾ അപ്പുറത്തൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. നമുക്ക് മുകൾ ഭാഗത്തൊക്കെ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഭാഗത്ത് വീണ്ടും ഒരു സ്റ്റെപ്പാക്കിയിട്ടാണ്, അടുത്തൊരു സ്റ്റെപ്പിലാണ്. അങ്ങനെ സ്റ്റെപ്പായിട്ടാണ് ഇവിടെ സോയിൽ നെയിലിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്നത് തോന്നുന്നത്. നമ്മുടെ മറ്റുള്ള ഭാഗത്തൊക്കെ പോലെ ഒന്നായിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് സോയിൽ നെയിലിങ്ങിൻ്റെ വർക്ക് ചെയ്യല്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി കൂടുതൽ സ്ട്രോങ് ആയിട്ട് കിട്ടുകയെന്ന് തോന്നുന്നത്. ഇവിടെ നമുക്ക് കാണാം മുന്നിൽ കുറേ കല്ലുകൾ എടുത്ത് മാറ്റുന്നത് കാണാം. പിന്നെ ഒരു പ്രവാസി സുഹൃത്തൊക്കെ ചോദിച്ചിരുന്നത് ഈ ഭാഗത്തെ ഇവിടെ പഴയ ഒരു വഴി ഉണ്ടായിരുന്നു, റോഡ് ഉണ്ടായിരുന്നു. ഈ ഭാഗത്ത് കുറേ വീടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ഭാഗത്തേക്ക് എങ്ങനെയാണ് പോവാന്ന്. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇപ്പോഴേ എനിക്ക് ഓർമ്മ വന്നതുകൊണ്ട് കാണിക്കണേ. ഈ ഭാഗത്തു നിന്നാണ്, ഇത്രയും വലിയ താഴ്ചയുള്ള ഭാഗത്തു നിന്നാണ് നമ്മുടെ സർവീസ് റോഡ് കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഈ ഭാഗത്ത് എന്താണ് കാട്ടിയിട്ടുള്ളതെന്ന്. ഇതാണ് ഇവിടെ കുറേ താഴ്ചയിൽ നിന്ന് ഇവിടെ വീണ്ടും ഈ ഒരു ബിൽഡിങ്ങൊക്കെ ഉള്ള ഭാഗത്തൊക്കെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ ആ ഭാഗത്തൊക്കെയാണ് വീടുകളൊക്കെ ഉള്ളത്. ആ ഭാഗത്തൊക്കെ വീട്ടിലേക്കുള്ള വഴി ആ പുറകിലൂടെ അപ്പുറത്തൂടെ. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഡ്രെയിനേജ്. അപ്പോൾ ഹൈവേൻ്റെ ഭാഗത്ത് വരുന്ന ഈ സൈഡിലുള്ള വാൾ ഇതാണ് നമ്മുടെ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇവിടെയാണ് ഡ്രെയിനേജിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്വകാര്യ വ്യക്തിൻ്റെ ഒരു സ്ഥലമാണ്. അങ്ങനെ അവർ കെട്ടിപ്പൊക്കിയതാണ് ഇവിടെ. അങ്ങനെയുള്ളൊരു ഭാഗമാണ് ഇത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഭാഗത്തൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മെസ്സേജ് ചെയ്തിരുന്നു. അപ്പോൾ അതൊന്ന് കാണിച്ചാണ്. അപ്പോൾ ഇനി മുന്നോട്ട് പോയി നമുക്ക് മുകളിലുള്ള ബാക്കിയുള്ള വർക്കുകൾ എന്താ നോക്കാം. ഇതാണ് നമ്മുടെ സർവീസ് റോഡ്. ഇപ്പോൾ ഇതിലൂടെയാണ് വാഹനങ്ങളൊക്കെ പോകുന്നത്. ഇവിടെയാണ് നമ്മൾ ഇപ്പോൾ വലിയ രീതിയിലുള്ള പാറകളൊക്കെ എടുത്ത് മാറ്റുന്നത് കാണാം. നമുക്ക് ഒന്നുകൂടെ അടുത്ത് പോയി നോക്കാം. ഇതാ കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ ഒരു പാറകൾ കൂട്ടിയിട്ട് ഇളക്കി വെച്ച പാറകൾ ഇങ്ങനെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആ ഭാഗത്തൊക്കെ ഇനിയും ഒരുപാട് പാറകൾ എടുത്ത് മാറ്റാനുണ്ട്. മണ്ണും പാറയും കൂടി മിക്സായിട്ടുള്ളൊരു ഭാഗം തന്നെയാണ് നമ്മുടെ വട്ടപ്പാറ ഈ ഭാഗത്ത്. അപ്പോൾ ഇനിയും കുറേ പാറകൾ എടുക്കാനുണ്ട് റോഡിൻ്റെ ലെവലിലേക്ക് വരാൻ. നമുക്ക് കാണാം ഇവിടെ റോഡിൻ്റെ ലെവൽ ചെയ്ത ഭാഗം. ഇത്രയും ഭാഗത്തുനിന്ന് അവിടെ കുറച്ച് താഴ്ചയാണ്. വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് ലെവൽ ചെയ്ത് കൊണ്ടുവരാനുള്ളതാണ്. ഇതാണ് നമ്മുടെ പഴയ റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ വരുന്നത്. ഇവിടെ നിന്ന് കാണാം ഇവിടെ ഇനിയും കുറേ ഭാഗത്ത് പാറകൾ പൊട്ടിച്ചെടുക്കാനുണ്ട്. ഇവിടെ മാത്രം കുറച്ചുകൂടെ വർക്കിങ് കുറച്ച് കൂടുതലുള്ളൊരു ഭാഗം തന്നെയാണ്. നമുക്കിനി അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ളത് എന്തൊക്കെയാണ് വർക്കുകളെന്ന്. ഇവിടെ ഇറ്റാച്ചികളും ക്രെയിനൊക്കെ ആയിട്ടുള്ള വർക്കുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കാണാം ഒരു കോറിയിലെ പോലെയാണ്. ഇത് ഈ വണ്ടീൻ്റെ സൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ അറിയില്ല. ഇവിടെ പാറകൾ പൊട്ടിക്കുന്ന വർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് സോയിൽ നെയിലിങ്ങിൻ്റെ വർക്കുകൾ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. അതിൻ്റെ ശേഷം അവിടുന്ന് ബാക്കിയുള്ള ഭാഗത്തുനിന്ന് മണ്ണ് മാറ്റിയതിന് ശേഷം വീണ്ടും താഴോട്ട് ഇങ്ങനെ തുടക്കങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് നല്ല ആഴത്തിലേക്ക് വർക്കുകൾ നടക്കുന്നുണ്ട്. പാറ പൊട്ടിക്കുന്ന വർക്കുകൾ
അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് വയഡക്റ്റ് കാണാൻ പറ്റും. ഞാൻ കുറച്ചുകൂടെ അടുത്തോട്ട് പോയിട്ട് കാണിക്കാം. ഇതാണ് വർക്കേഴ്സ് ഇവിടെ ഡ്രില്ല് ചെയ്യുന്ന ഒരു വർക്കാണ് ഇവിടെ നടക്കുന്നത്. മുന്നോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം വയഡക്റ്റിൻ്റെ മുൻഭാഗത്തൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഈ പാറയാണ് ഏറ്റവും വലിയൊരു വില്ലനായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇനി മലപ്പുറം ജില്ലേൻ്റെ റീച്ചിൽ ബാക്കി വരുന്ന വർക്കുകൾ നമ്മുടെ കക്കാട് കൂരിയാട് ഭാഗങ്ങളിലാണ് ബാക്കിയുള്ള വർക്കുകൾ ഇനിയുള്ളത്. പിന്നെ ഇവിടെയാണ് ഒന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വട്ടപ്പാറ ഭാഗത്തു നിന്നുള്ള ഒരു പുതിയൊരു കാഴ്ച. നമുക്ക് ഇനി ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. നല്ല കാറ്റായിരുന്നു ആ ഭാഗത്തേക്ക് മുന്നോട്ട് പോയപ്പോൾ. അപ്പോൾ ചിലപ്പോൾ സൗണ്ടിലൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, ക്ഷമിക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ അങ്ങോട്ട് താഴ്ഭാഗത്തേക്ക് പോയിന്ന് ആ ഭാഗത്തേക്ക് പോകുന്ന ആ പ്രദേശത്തേക്കുള്ള ആളുകൾക്കൊക്കെ ഉള്ള ഒരു വഴി ഈ മരത്തിൻ്റെ ഈ താഴ്ഭാഗത്തൂടെയാണ്. അതുകൂടെ അറിയിക്കുകയാണ്. ഈ കാണുന്ന മരത്തിൻ്റെ ഭാഗത്തിലൂടെയാണ് ആ ഭാഗത്തേക്കൊക്കെ ഉള്ള ആളുകൾക്കുള്ള വഴി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വയഡക്റ്റ് അവസാനിക്കുന്ന ആ ഭാഗത്തേക്കാണ് പോകാനുള്ളത്. അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് വയഡക്റ്റിൻ്റെ താഴ്ഭാഗത്ത് എന്തെങ്കിലും പുതിയതായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ നോക്കിയിട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ വട്ടപ്പാറയിൽ നമ്മൾ കഴിഞ്ഞ ഒരു 10 ദിവസം മുന്നേ വന്നതിൻ്റെ ശേഷമുള്ള പുതിയതായിട്ടുള്ള മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ കുറേ ആഴത്തിൽ ഭാഗത്ത് മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വയഡക്റ്റിൻ്റെ താഴ്ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പഴയ പോലെ തന്നെയാണ് പെയിൻറ്റിങ് ചെയ്ത് കാണാം. അപ്പോൾ നമുക്കിനി വയഡക്റ്റിൻ്റെ അവസാന ഭാഗത്തേക്ക് പോയി നോക്കാം. നല്ല സ്ട്രോങ് വെയിലാണ്. അപ്പോൾ ഇതാണ് പാലത്തിൻ്റെ അടിഭാഗം. ഇതിലൂടെ തന്നെയാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഇവിടെ ഒന്നും മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് താഴ്ഭാഗത്ത് പാടത്ത് വരുന്ന വർക്കിൻ്റെ അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാഴ്ച കാണിച്ചു തരാം. ഇതാണ് നമ്മളെ വട്ടപ്പാറ ഭാഗത്തുനിന്ന് പൊട്ടിച്ച് കൊണ്ടുവരുന്ന കരിങ്കല്ലുകൾ ഇവിടെ കൂട്ടിയിട്ട് കാണാം. ഇത് ഈ പാലത്തിൻ്റെ താഴ്ഭാഗത്ത് ഇവിടെ കൊണ്ടുവന്നാണ് ഇവർ കൂട്ടി വെക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വിചാരിച്ച്. ഇതാണ് ഇങ്ങനെ പാലത്തിന് എല്ലാ ഭാഗത്തും പെയിൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. സൈഡ് ഭാഗത്തൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വർക്കുകളൊന്നും ഇവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം. പാലത്തിൻ്റെ ആ ഭാഗത്തേക്ക്, മുൻഭാഗത്തേക്ക്, തുടക്ക ഭാഗത്തേക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വയഡക്റ്റ് അവസാനിക്കുന്ന പാടത്തിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ വട്ടപ്പാറ ചെയ്ത സമയത്തും ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു. അതിൻ്റെ ശേഷം ഇപ്പോൾ വരുമ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് കാണാം ഇവിടെ നിന്നൊക്കെയുള്ള ഭാഗത്തൊക്കെ അവിടം വരെയാണ് വയഡക്റ്റ്. ആ ഭാഗത്ത് കാണുന്ന ഒരു നീല പെയിൻ്റ് അടിച്ച ഭാഗം കാണുന്നുണ്ടാവും. അവിടം വരെയാണ് വയഡക്റ്റ് വരുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് പാടത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കുറേ ഭാഗത്തേക്ക് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. വളരെ വലിയ മാറ്റങ്ങളാണ് പാടത്തൊക്കെ വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഭാഗത്തൊന്നും റിസ്ക് ഇല്ലാത്ത ഭാഗത്തൊക്കെ അവർ പെട്ടെന്ന് മണ്ണ് ഫില്ല് ചെയ്ത് അങ്ങനെയുള്ള ടാറിങ്ങിനുള്ള മുന്നോടിയായുള്ള വർക്കുകളൊക്കെ ഒരുക്കുന്നതൊക്കെ വളരെ വേഗത്തിലാണ്. ഇവിടെ നമുക്ക് കാണാം സെൻട്രൽ ഒരു ക്രാഷ് ബാരിയറിൻ്റെ ഭാഗങ്ങളൊക്കെ കുറച്ച് വലിപ്പം കൂടിയ രീതിയിലാണ്. ഇതെങ്ങനെയാണ് ഇനി ഡിസൈൻ ചെയ്യാമെന്ന് നമുക്ക് ബാക്കിയുള്ളതൊക്കെ കാണാം. ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ ചില ഭാഗത്തൊക്കെ കട്ടകൾ വെച്ച് നമ്മളെ റോട്ടിലൊക്കെ നടക്കുന്ന ഭാഗത്തൊക്കെ വെക്കുന്ന പോലുള്ള കട്ടകളൊക്കെ ആയിരിക്കും വെക്കാറുള്ളത്. ഇവിടെ ചില ഭാഗത്തൊക്കെ ചെടികളൊക്കെ വെക്കാറുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മളെ പാലം ഇവിടുന്ന് കാണാൻ പറ്റും. ഞാനൊന്നും കൂടെ ഇവിടുന്ന് മുകളിൽ നിന്ന് ഒരു ഷോട്ട് എടുത്തതാണ്. നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞ പാലം നമുക്ക് ഇവിടുന്ന് കാണാം. അങ്ങോട്ട് വളഞ്ഞു പോകുന്ന ഇതാണ് നമ്മുടെ പുതുതായിട്ട് ഈ പാടത്തിൻ്റെ ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞ ഭാഗം. ഇനി നമുക്ക് പാടത്തിൻ്റെ ആ സെൻറ്റർ ഭാഗത്തേക്കാണ് പോകാനുള്ളത്. ഇവിടെ ഇനി ക്രാഷ് ബാരിയറിന് പെയിൻ്റ് അടിക്കാൻ അങ്ങനെയുള്ള ലൈറ്റിൻ്റെ വർക്കുകൾ അങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെയാണ് ബാക്കിയുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഭാഗത്തേക്ക് തിരിച്ചങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ വളരെ
കുറഞ്ഞ സമയം കൊണ്ടാണ് വലിയ വലിയ മാറ്റങ്ങൾ ഇപ്പോൾ ഹൈവേയിൽ സംഭവിക്കുന്നത്. ഇവിടെ കാണാം നമുക്ക് ക്രാഷ് ബാരിയർ, ഇവിടെ വരുന്ന അങ്ങോട്ട് ക്രാഷ് ബാരിയറാണ് വരുന്നത്. ഇവിടെ നിന്ന് വരുന്ന ആ ഡിസൈൻ അവിടം വരെ വന്നാൽ സ്റ്റോപ്പ് ആവണേ. ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ സാധാ ക്രാഷ് ബാരിയർ പോലുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. ഇവിടെ ഇത് പുതുതായിട്ടാണ് വന്നിട്ടുള്ളതാണ്, ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇനി സൈഡിൽ ഭാഗത്തൊക്കെ പാടത്ത് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ കോട്ടക്കൽ ബൈപ്പാസിൽ കണ്ടുപോലുള്ള ഒരു ഡിസൈനിലുള്ള ക്രാഷ് ബാരിയറാണ് വരിക. ഇങ്ങനെ നമ്മുടെ കമ്പി വെച്ചിട്ടുള്ള അതിൻ്റെ വർക്കുകളൊക്കെയാണ് മുൻഭാഗത്ത് ഇപ്പോൾ നടക്കുന്നത്. മണ്ണിങ്ങനെ ലെവൽ ചെയ്ത് അമർത്തി വെച്ചതിന് ശേഷം സൈഡിലിങ്ങനെ ഓരോ ഇരുമ്പിൻ്റെ ക്രാഷ് ബാരിയറുകൾ കൊടുക്കുക. അതൊക്കെ വളരെ വേഗത്തിലായിരിക്കും കഴിയുക. അപ്പോൾ ഇനി ഇവിടെ ഈ സെൻട്രലിലെ ക്രാഷ് ബാരിയറിന് സിമെൻറ്റ് ചെയ്യുന്ന വർക്കുകൾ മാത്രമാണ് ഉള്ളത്. ബാക്കിയൊക്കെ വർക്കുകളൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഫൈനൽ കോട്ട് ടാറിങ്ങാണ് ഇവിടെ ചെയ്യാനുള്ളത്. അതൊക്കെ വളരെ വേഗത്തിലായിരിക്കും. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ചെരിച്ച് ഈ ഭാഗത്ത് ഇങ്ങനെ മണ്ണ് ലെവൽ ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു കയറിൻ്റെ ഒരു മാറ്റാണ് വിരിക്കുന്നത്. അതിൻ്റെ ശേഷം ഇവിടെ ഇരുമ്പിൻ്റെ ക്രാഷ് ബാരിയർ ആണ്. അങ്ങനെയാണ് ഇനിയുള്ള ഇവിടെയൊക്കെ വളരെ വേഗത്തിലായിരിക്കും അങ്ങനെയുള്ള വർക്കുകളൊക്കെ. പിന്നെ സെൻറ്ററിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ഇവിടെ ബാക്കിയുള്ളത്. പിന്നെ ഇവിടെ ഫൈനൽ കോട്ട് ടാറിങ് അതൊക്കെ വളരെ വേഗത്തിലായിരിക്കും ഇനി വരിക. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കാണുന്നതാണ്, ഇതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ തരത്തിലുള്ള ഒരു മാറ്റാണ് അവിടെ പിരിക്കൽ. ആ മണ്ണ് ലെവൽ ചെയ്ത ഭാഗത്ത് ഒരു കയറ് ചൂടി അങ്ങനെയൊക്കെ പറയാം, പുല്ലൊക്കെ ഉണ്ട് അതിൽ. അങ്ങനത്തെ ഇതെല്ലാം കൂടെ ഒരു പ്ലാസ്റ്റിക് നെറ്റിൻ്റെ ഉള്ളിൽ ഫിറ്റാക്കിയതാണ്. പിന്നെ ഈ ടൈപ്പ് ക്രാഷ് ബാരിയർ ആയിരിക്കും ഇനി അവിടെ വെക്കാൻ. അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊടുന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ വേഗത്തിൽ ചെയ്യാവുന്ന വർക്കുകളാണ്. അപ്പോൾ ഇവിടെ ഒരു പാലം കൂടെ ഉണ്ട്. ഈ ഭാഗത്ത് ഒരു ചെറിയൊരു തോടിൻ്റെ കുറുകെ ഒരു ചെറിയൊരു പാലം കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ നടക്കുന്നതിൻ്റെ തെളിവാണ് ഇത്. ഇവിടെയൊക്കെ എല്ലാ സാധനങ്ങളും ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം, ബാക്കിയുള്ള ഭാഗത്ത് എന്താണ് ഉള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്നത് ഇവിടെ കണ്ടില്ലേ, ഇതുപോലുള്ള രീതിയിലാണ് ഈ മാറ്റ് വിരിക്കുന്നത്. ഇനി സൈഡിൽ ഇതുപോലുള്ള ഈ ഭാഗത്ത് ഇരുമ്പിൻ്റെ ക്രാഷ് ബാരിയർ വരും. അപ്പോൾ വളരെ കുറച്ച് വർക്കുകൾ മാത്രമാണ് ഇനി ഈ ഭാഗത്തൊക്കെ വരാനുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഏകദേശം നമ്മൾ ഒനിയൻ പാലം ഭാഗത്ത് എത്തിയിട്ടുണ്ട്. വളാഞ്ചേരിയിൽ നിന്ന് വരുന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി അധിക ദൂരമൊന്നുമില്ല. ഇടയ്ക്ക് കഴിഞ്ഞാലുള്ള ഭാഗത്ത് പാടത്തിൻ്റെ ഭാഗത്തൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്. ഇവിടെ ഒരു ബോർഡൊക്കെ കാണുന്നുണ്ട്. കാട്ടിപ്പരുത്തി മൂടാൽ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു ചെറിയൊരു റോഡാണ് ഈ ഭാഗത്തൂടെ കടന്നു പോകുന്നത്. ഇതിൻ്റെ മുകളിലൂടെ ക്രോസ് ചെയ്താണ് നമ്മളെ ഹൈവേ കടന്നു പോകുന്നത്. ആ ഭാഗത്തേക്കാണ് ഈ പറഞ്ഞ റോഡ്. കാട്ടിപ്പരുത്തി ഭാഗങ്ങളിൽ മൂടാൽ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു ചെറിയ ഉൾപ്രദേശത്തേക്കുള്ള റോഡാണത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് എക്സിറ്റ്, രണ്ട് ഭാഗത്ത് ഒരു എൻട്രി എക്സിറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്നതും വളാഞ്ചേരി ഭാഗത്തുനിന്ന് കയറി വരുന്നതുമായിട്ടുള്ള അവിടെയൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ അത് ഇവിടെ ഒരു ബോർഡൊക്കെ കൊടുത്ത് കാണാം, കുറ്റിപ്പുറം വളാഞ്ചേരി ടൗണ് പെരിന്തൽമണ്ണ എന്ന ബോർഡുകൾ. ഇവിടെ ഒരു ചെറിയൊരു തോടിൻ്റെ മുകളിൽ ഇവിടെ ഒരു ചെറിയൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ ഭാഗത്ത് ജോയിൻറ്റിംഗ് ആണ് നടക്കുന്നത്. ഈ റോഡും പാലവും കൂടെ തമ്മിലുള്ള ഭാഗത്ത് ജോയിൻറ്റിംഗ് ആണ്. അപ്പോൾ സുഹൃത്തുക്കളെ, വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ നമ്മളെ ചാനലിൽ. അപ്പോൾ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ലൈക്ക് ചെയ്തിട്ട് കാണുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമ്മുടെ യാത്രകൾ മുന്നോട്ട് പോകുള്ളൂ. വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, എല്ലാ സമയത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പോകുന്ന ഭാഗത്തു നിന്നാണ് നമ്മുടെ ഹൈവേയിലേക്ക് വാഹനം പോകുന്ന ഭാഗത്തു നിന്നാണ് കയറി വരുന്നത്. ഇതാണ് നമ്മുടെ പെരിന്തൽമണ്ണ വളാഞ്ചേരി ടൗൺ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്നത്. നേരെ പോയാൽ കുറ്റിപ്പുറം ഭാഗത്തേക്ക്. അപ്പോൾ ഇനി വളരെ കുറഞ്ഞ വർക്കുകളാണ് ഈ ഭാഗത്തൊക്കെ പാടത്തിൻ്റെ ഭാഗത്തൊക്കെ വരാനുള്ളത്. ഇവിടെ ഒരു തോടിൻ്റെ കുറുകെ വരുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് അവിടെ ഒരു ക്രാഷ് ബാരിയർ ആണ്. ഈ സിമെൻറ്റിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ഇരുമ്പിൻ്റെ ക്രാഷ് ബാരിയർ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വയഡക്റ്റ് അവസാനിക്കുന്ന ഭാഗം മുതൽ കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന ഭാഗം വരെയുള്ള
നമ്മുടെ വട്ടപ്പാറ ഭാഗത്തു നിന്നുള്ള പുതിയ മാറ്റങ്ങൾ. അപ്പോൾ വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.